നമസ്കാരം, ഏഷ്യൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെയും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് LDF നേതൃത്വത്തിൽ മാവൂരിൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടി യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ CK ഷമീം ഉദ്ഘാടനം ചെയ്തു. K. ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. KG പങ്കജാക്ഷൻ, നരേന്ദ്രബാബു, AC അജയ്, TK മുരളീധരൻ, പുതുക്കുടി സുരേഷ്, പ്രേമനാഥൻ, P. സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അന്നേരം ബാബരി മസ്ജിദിന്റെ നേതൃത്വത്തില് ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളൊക്കെ നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ചെന്നിരുന്നു. ഷിയ വിഭാഗത്തിലേക്ക് മാറി എന്നതിനുള്ള വ്യക്തമായ ചരിത്ര രേഖകൾ നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. He has been converted as a nominal faction by the Shia societies എന്ന് കൃത്യമായിട്ട് ഓരോ ചരിത്ര പുസ്തകങ്ങളിലും അദ്ദേഹത്തെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ബാബർ ഷിയ വിഭാഗത്തിലേക്ക് മാറിയതോടുകൂടി ഈ രാജ്യത്തെ 99% വരുന്ന ഇന്ത്യയിലെ സുന്നികളും പ്രഖ്യാപിച്ചു, ഞങ്ങൾക്ക് ആ പള്ളി ഇനി വേണ്ടെന്ന്. വേണ്ടാത്ത പള്ളി 400-500 വർഷങ്ങളോളം വെറുതെ കിടന്നു. അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ ഈ രാജ്യത്തെ മുഗൾ എംപയർമാർ ഭരണം കാഴ്ചവെച്ചു. അവർ ഈ രാജ്യം വിട്ടുപോയി. ബ്രിട്ടീഷ് രാജ് വന്നു. ബ്രിട്ടീഷുകാർ ഈ നാട് ഭരിക്കുന്ന സമയത്ത് അവർക്ക് അപ്പോസ്തലന്മാരായിക്കൊണ്ട് ഈ രാജ്യത്തുണ്ടായിരുന്ന സവർക്കറായിരുന്നു, ഗോൾവാക്കറായിരുന്നു. ഈ ഗോൾവാക്കറും സവർക്കറും ഒന്നും ഇവരോട് പറഞ്ഞിരുന്നില്ല, ഞങ്ങൾക്ക് ബാബരി മസ്ജിദ് ഞങ്ങളുടെ രാമക്ഷേത്രത്തിന് വേണ്ടി വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല. അക്കാലഘട്ടങ്ങളിൽ ഈ രാജ്യത്തുള്ള ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ബഹുമതി നമ്മൾ നൽകേണ്ടുന്ന ഇന്ത്യൻ ഭരണഘടനയില്ലായിരുന്നു. ഈ രാജ്യം റിപ്പബ്ലിക് നേടിയിട്ടില്ലായിരുന്നു. ആ അർത്ഥത്തിൽ നോക്കുമ്പോ ഇതൊരു ഡെമോക്രാറ്റിക് രാജ്യമല്ലാത്ത സ്ഥിതിക്ക്, ഒരു ജനാധിപത്യ രാജ്യമല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടാവില്ല.